നമസ്കാരം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ തിരുമോന്ത പതിപ്പിച്ച വലിയ വലിയ ഹോർഡിങ്ങുകൾ കണ്ട് നമ്മൾ ഞെട്ടിയതാണ്. മന്ത്രി വീണ ജോർജ് ഇപ്പോഴും പറയുന്നത് കേരളം ആരോഗ്യരംഗത്ത് വലിയ വികസനങ്ങളൊക്കെ നടത്തി വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ച തിരുവനന്തപുരത്തെ ICU യൂണിറ്റ് ഇപ്പോൾ തുണി കെട്ടി മറച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന നമ്മുടെ സർക്കാരിൻ്റെ ചില കള്ളത്തരങ്ങൾ അത് തീർച്ചയായും പൊതുജനങ്ങൾ അറിയണം. നിർമ്മാണം പകുതി പോലും തീരാത്ത ഒട്ടേറെ സർക്കാർ പദ്ധതികളാണ് കഴിഞ്ഞ 2 മാസങ്ങളായി സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതായിരുന്നു ഈ ഉദ്ഘാടനങ്ങളെല്ലാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ പദ്ധതികളിലേക്ക് ഒരൊറ്റയാൾ പോലും തിരിഞ്ഞു നോക്കാതെയായി. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള സർക്കാർ വീടുകളിൽ വിഷുവിന് മുൻപ് ആളുകളെ താമസിപ്പിക്കും എന്ന് പറഞ്ഞു. അതും നടന്നില്ല. ആ വീടുകളിലാണ് ഇപ്പോൾ ചോർച്ച ഉണ്ടായത്. വിവിധ ജില്ലകളിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം നടത്തിയ ഉദ്ഘാടനങ്ങളെ കുറിച്ചാണ് എനിക്കിനി പറയാനുള്ളത്. അതിലൊന്ന്, തിരുവനന്തപുരം വാമനപുരം നിയോജക മണ്ഡലത്തിൽ 3 പഞ്ചായത്തുകൾക്ക് ജലവിതരണം നടത്തുന്നതിന് 100 കോടി രൂപയിലധികം ചെലവഴിച്ച് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. പക്ഷേ ജലവിതരണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാതെയായിരുന്നു ഈ ഉദ്ഘാടനം. ബാലരാമപുരത്താകട്ടെ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ 7 നില ഓഫീസ് മന്ദിരത്തിൻ്റെ സ്ഥിതിയും ഇതുതന്നെയാണ്. ഒരു ഓഫീസ് പോലും അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്തെ നവീകരിച്ച MLA ഹോസ്റ്റലിലെ പമ്പ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി നിർവഹിച്ചെങ്കിലും ഇതുവരെ അത് ഉപയോഗിക്കാൻ MLAമാർക്ക് കഴിഞ്ഞിട്ടില്ല. മുൻവശം പെയിൻ്റ് അടിച്ച കെട്ടിടത്തിൻ്റെ വശങ്ങൾ സിമൻറ്റ് പോലും തേക്കാത്ത നിലയിലായിരുന്നു ഇപ്പോഴുള്ളത്. ഈ ഭാഗങ്ങൾ തുണി കൊണ്ട് മറച്ചായിരുന്നു ഉദ്ഘാടനം. ഒന്ന് ഓർത്ത് നോക്കൂ, MLAമാരെ പോലും വലിപ്പിച്ചു എന്ന് പച്ച മലയാളത്തിൽ പറയേണ്ടി വരും. അവിടെ തേക്കാത്ത ചുവരുകളെ തുണി കൊണ്ട് മറച്ചിട്ടാണ് വെപ്രാളപ്പെട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയൻ ഇത്തരത്തിലൊരു ഉദ്ഘാടനം നടത്തിയത്. തലസ്ഥാനത്ത് ഇത്രയും ആൾക്കാരെ കബളിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പിണറായി വിജയന് മാത്രമേ കഴിയൂ. കൊല്ലം വികസന അതോറിറ്റിയുടെ കെട്ടിടത്തിൽ സംസ്ഥാന സർക്കാർ വർക്ക് നിയർ ഹോം പദ്ധതിയുടെ പേരിൽ IT ഹബ്ബ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇതുവരെ ഒരു മേശ പോലും അവിടെ ഇട്ടിട്ടില്ല. ചവറ സിവിൽ സ്റ്റേഷനിലെ 3-ാം നില കെട്ടിടം, ശങ്കരമംഗലം ജംഗ്ഷനിലെ ബസ് പേ, ചവറ ഗവൺമെൻറ് BJM കോളേജ് കെട്ടിടം ഇവയൊക്കെ കൊല്ലത്തെ ഉദ്ഘാടനത്തിൻ്റെ രക്തസാക്ഷികളായി ഇപ്പോഴും പണിതീരാതെ അവിടെയൊക്കെ നിൽപ്പുണ്ട്. കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നടത്തിയ തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിലെ പുതിയ കായിക ഭവൻ്റെ നിർമ്മാണം ഇപ്പോഴും പകുതി വഴിയിൽ തന്നെ കിടക്കുകയാണ്. 8 നില മന്ദിരത്തിൻ്റെ 3 നിലകളുടെ അടിസ്ഥാന ഘടന മാത്രം പൂർത്തിയാക്കിയാണ് മന്ത്രി ആഘോഷപൂർവ്വം ഉദ്ഘാടനം നടത്തിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ട്രോമ കെയർ യൂണിറ്റ്, ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം, തുറവൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഇവയൊക്കെ മാർച്ച് ആദ്യത്തെ ആഴ്ചയിലായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. 3 ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രവർത്തനം പഴയ കെട്ടിടത്തിൽ തന്നെയാണ്. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലെ ഓർത്തോ ബ്ലോക്കിൻ്റെ വിധി ഇതുപോലെ തന്നെ. പത്തനംതിട്ട ജില്ലാ ആശുപത്രി OP ആൻഡ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കും ജനറൽ ആശുപത്രി അത്യാഹിത OP വിഭാഗങ്ങളും ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പഴയ കെട്ടിടങ്ങളിൽ തന്നെ തുടരുകയാണ്. കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻറ്റർ, എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്നിവയും ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷേ ഒന്നും നടന്നില്ല. ഇനി ഇടുക്കിയിലേക്ക് പോയാൽ, ഇടുക്കി കുളമാവ് വടക്കേപ്പുഴയിൽ കുട്ടവഞ്ചിയും കയാക്കിങ്ങും ഉദ്ഘാടനം ചെയ്ത് 19ാമത്തെ ദിവസം അത് പൂട്ടി. ക്രമീകരണങ്ങളൊന്നും ചെയ്യാതെയായിരുന്നു ഉദ്ഘാടനം. മറയൂർ പട്ടിശ്ശേരി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് 60% പോലും പണി തീർക്കാതെയായിരുന്നു. എറണാകുളം കടയിരിപ്പ് ഗവൺമെൻറ് HSSലെ സിന്തറ്റിക് ട്രാക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്തെങ്കിലും പണി പൂർത്തിയായിട്ടില്ല. മാർച്ച് 10-ന് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത കാസർഗോഡ് ഹോർസ്ദുർഗ് സബ് ട്രഷറി കെട്ടിടത്തിൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ഇനി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനവും റോഡ് ഷോയും നടത്തിയ 137 കോടി രൂപയുടെ കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് 4 വരി പാതയുടെ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയനും കേബിൾ ഡക്റ്റും ഓടയും സിഗ്നൽ ജംഗ്ഷനുകളും പൂർത്തിയാക്കാതെ നടത്തിയ ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ പണികൾ അവസാനിപ്പിച്ചു. സ്ലാബ് ഇല്ലാത്ത ഓടയിൽ വീണ് 4 പേർക്കാണ് ഇതുവരെ പരിക്ക് പറ്റിയത്. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ 178 വീടുകളിൽ പലതും അറ്റകുറ്റപ്പണികൾ ബാക്കിയാണ്. ടൗൺഷിപ്പിലെ റോഡുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ പൂർണ്ണമായും ഇനി ഒരുക്കിയേ പറ്റൂ. കൊച്ചി കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി തുരുത്തിൽ
ഭൂരഹിത ഭവനരഹിതർക്കായി നിർമ്മിച്ച ഇരട്ട ടവർ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് 6 മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ഒരാൾക്ക് പോലും അവിടെ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മാർച്ച് 4-ാം തീയതി. ഇതുവരെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ പുതിയ സംരംഭമായ കഫറ്റേരിയ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. ഉദ്ഘാടനത്തിൻ്റെ അന്ന് അടച്ചിട്ട ഈ ഒരു കഫേ ഇതുവരെ തുറന്നിട്ടില്ല. തളിപ്പറമ്പ് നഗരത്തിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം മാർച്ച് 8-നായിരുന്നു. ദേശീയപാതയിലുള്ള ഈ ബസ് കേന്ദ്രം ഇപ്പോൾ രാവും പകലും നാടോടികൾക്കും മദ്യപാനികൾക്കും കിടന്നുറങ്ങാനുള്ള ഒരു കേന്ദ്രം മാത്രമാണ്. മലപ്പുറം പൊന്നാനി നിള സംഗ്രഹാലയം എന്ന പൈതൃക മ്യൂസിയം ഉദ്ഘാടനം ചെയ്തിട്ട് ആർക്കും ഗുണമുണ്ടായില്ലെങ്കിലും ഇപ്പോൾ റീൽസ് ഷൂട്ട് സ്പോട്ടായി എന്ന ആശ്വാസമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കബളിപ്പിക്കലുകളാണ് മാർച്ച് മുതൽ പിണറായി വിജയൻ നടത്തിയത്. മാർച്ച് 1-ാം തീയതിയാണ് ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ 178 പേർക്ക് വീടുകൾ തയ്യാറാക്കി എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചത്. ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത് 40 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ, 40 വീടുകൾ മാത്രമേ വാസയോഗ്യമായിട്ടുള്ളൂ എന്നാണ്. അതിൽ തന്നെ വിള്ളലുകളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഇവരുടെയൊക്കെ ഈ കപടത. കാണിച്ചത് മുഴുവൻ കള്ളത്തരം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന പമ്പരവിട്ടികളായ കുറേ അടിമക്കമ്മികൾ. ഇതെന്തൊരു നാടാണ്! ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ്റെ ഭരണം ഈ കേരളത്തെ എത്രമാത്രമാണ് പിന്നോട്ടടിച്ചത്. ഇനി നമ്മളെ കാത്തിരിക്കുന്നതോ, ഇനി UDF സർക്കാർ അധികാരത്തിൽ വന്നാലും LDF സർക്കാർ അധികാരത്തിൽ വന്നാലും പൊതുഖജനാവിൽ 10 പൈസമില്ല. അവിടെ പൂതലിംഗം അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് പോലും പിണറായി വിജയൻ കടം വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. 1.5 ലക്ഷം കോടി പൊതുകടമുണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ 6 ലക്ഷം കോടിയാണ് പൊതുകടം. അണ്ണാച്ചിമാരിൽ നിന്ന് വരെ കടം വാങ്ങിയ പിണറായി വിജയൻ്റെ കടബാധ്യതകൾ തിരിച്ചടയ്ക്കേണ്ട, സംസ്ഥാനത്തിൻ്റെ കടബാധ്യത തിരിച്ചടയ്ക്കേണ്ട ബാധ്യത ഇനി വരുന്ന സർക്കാരിനാണ്. അത് UDF സർക്കാർ വന്നാലും LDF സർക്കാർ വന്നാലും സ്ഥിതിക്ക് വ്യത്യാസമൊന്നുമില്ല. ഇനി എന്തായാലും ജനങ്ങളെ പിഴിയാൻ കഴിയില്ല. എന്തായാലും ഈ വരുന്ന ബില്ല് മുതൽ വൈദ്യുതി ചാർജ് കൂടുമെന്നാണ് ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ. വെള്ളക്കരം കൂട്ടി, വൈദ്യുതി നികുതി കൂട്ടി, ഭൂനികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ഏതൊക്കെ നികുതികൾ കൂട്ടാമോ ആ നികുതികളെല്ലാം കൂട്ടി. ഇനി ആകെ ചെയ്യാവുന്നത് അടിവസ്ത്രത്തെ ആഡംബര വസ്തുവായി പ്രഖ്യാപിച്ചിട്ട് അതിന് നികുതി ഏർപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. 4-ാം തീയതി കഴിഞ്ഞ് എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇനി വരുന്ന സർക്കാരുകൾ, അത് ഇടതായാലും വലതായാലും, ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും, ഇതൊക്കെ ഈ പാവം ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ എങ്ങനെ അനുഭവിക്കും എന്നാണ് കണ്ടറിയേണ്ടത്. ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. നിർത്തുന്നു. വീണ്ടും കാണാം.